എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രൂശ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യത്വമായി മാറുകയാണ്. തന്നെ അനുഗമിക്കണമെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും അനുഭവിച്ചാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ അനുഗമിക്കുവാൻ സാധിക്കും. അല്ലാതെ സുഖകരമായ ജീവിതം അനുഭവിച്ചുകൊണ്ട് മാത്രം ഒരിക്കൽ പോലും എനിക്ക് ദാഹിക്കുന്നു എന്നൊരു ചെയ്ത യേശു ക്രിസ്തുവിന്റെ ദാഹം അല്ലെങ്കിൽ മറ്റുള്ളവരെ എത്രത്തോളം കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം കുരിശ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു നിർവചനം അല്ലെങ്കിൽ തൃപ്തകരമായ ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കണിയാമ്പാറ പ്രാർത്ഥനാ യോഗമായി കൂടി വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഒരു ജന്മദിനമൊക്കെയാണ്. അപ്പോൾ ജന്മദിനത്തിന്റെ ഒക്കെ മധ്യത്തിൽ അശ്വിനെയും പുതിയ ജന്മദിനത്തിൽ ദൈവത്തിന്റെ അനവരതമായ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തേണ്ടതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും എല്ലാ ജന്മദിന മംഗളങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മോട് വചനം പ്രഘോഷിക്കുന്നത് പ്രിയപ്പെട്ട ശമാശനാണ്. നമുക്ക് ആമുഖങ്ങൾ ആവശ്യമില്ല, പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളോടൊപ്പം ഈ പ്രാർത്ഥനകളിലും ആരാധനകളിലും ശുശ്രൂഷകളിലെല്ലാം നമ്മളോടൊപ്പം ആയിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ട ശമാശനൻ നമ്മളോട് കൂടെ ഉണ്ട്. വളരെ സ്നേഹപൂർവ്വം ശമാശനെ ഇന്നത്തെ വചനഘോഷണത്തിനായിട്ട് പ്രത്യേകം ക്ഷണിക്കും. ശ്രീ ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട വർഗീസ് ചെറിയാൻ അച്ഛൻ, വിശ്വാസവുമേവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. നമ്മൾ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുസരിക്കണം. പ്രാർത്ഥിക്കാം. വചനമാവുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് കർത്താവേ, ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ പ്രാർത്ഥന കൂട്ടായ്മയായി കടന്നു വരാൻ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവെ, ഈ ഭവനത്തിലെ മകൻ്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നു. കർത്താവെ, കഴിഞ്ഞൊരു വർഷക്കാലം നിന്റെ മകനോട് നൽകിയ സമൃദ്ധിക്കും സന്തോഷത്തിനും ആരോഗ്യത്തിനും കൃപകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതിനുള്ള വർഷക്കാലം നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നിന്റെ മകനെ യോഗ്യരാക്കണേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ്, ഈ നോമ്പിന്റെ നാളുകളിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നു. പ്രാർത്ഥന വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രമാനും മഹത്വം എടുക്കണമേ. സകലവും യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു വാക്യവുമായി ബന്ധപ്പെടുത്തി കുരിശിന്റെ വിളി സഹനത്തിലേക്ക് എന്ന ചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കുരിശിന്റെ വിളി സഹനത്തിലേക്ക്. ഈ ഒരു വേദഭാഗം എടുക്കുവാൻ കാരണം വിശുദ്ധമായ 50 നോമ്പിന്റെ കാലയളവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ അല്ലെങ്കിൽ കൂടുതലായും ഞായറാഴ്ചകൾ സൗഖ്യദായക ശുശ്രൂഷയാണെങ്കിലും ഓശാന കഴിഞ്ഞു വരുന്ന ആ കഷ്ടാനുഭവ ആഴ്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലേക്കുള്ള ദിവസങ്ങളായി നമ്മൾ എണ്ണുന്ന ദിവസമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിലുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ച ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് കുരിശ് എന്ന് പറയുന്നത്. നമ്മൾ ദേവാലയങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ വിശുദ്ധ ത്രോണോസിൻ്റെ മേലെ എത്രയോ വിവിധ രീതിയിൽ ഭംഗിയുള്ള കുരിശുകളെല്ലാം നാം കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ കുരിശിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ നാം ഓരോരുത്തരും ആ കുരിശിനെ നമ്മുടെ മനസ്സിൽ കാണുന്നതെന്നും അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രതീകം അല്ലെങ്കിൽ എന്താണ് ഈ കുരിശ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കഷ്ടാനുഭവ ആഴ്ച വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുരിശ് എന്ന് പറയുന്ന ആ ഒരു പ്രതീകത്തെ അല്ലെങ്കിൽ ആ ഒരു വസ്തുതയെ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി, പാപികളായി നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുരിശ് എന്ന് പറയുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ ഒരു വേദഭാഗം നമ്മെ കൂടുതലായി മനസ്സിലാക്കി തരികയായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ചിന്താഗതിയിൽ, പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ പറയുമ്പോൾ കുരിശിന്റെ ഒരു സാക്ഷിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ ക്രൂശിലൂടെ ദൈവം യേശു ക്രിസ്തു എന്താണ് നമുക്ക് തന്നത് എന്ന്
മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒരു നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ ദേവാലയങ്ങളിൽ വിശുദ്ധ ത്രോണോസിന് മേൽ കുരിശുകൾ വയ്ക്കുമ്പോൾ എന്തിനാണ് ഇത്ര ഭംഗിയുള്ള കുരിശുകൾ എന്ന് നോക്കുമ്പോൾ ഒരു നിസ്വാർത്ഥമായ സ്നേഹമാണ് കുരിശ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. ആ ഈ കുരിശിന്റെ വിളി സഹനത്തിലേക്ക് എന്ന ചിന്തയുമായി ബന്ധപ്പെടുത്തി കുരിശ് നിർവ്യാജ സ്നേഹത്തിന്റെ അടയാളം എന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായി ആദ്യം പങ്കുവയ്ക്കുന്നത്. കുരിശ് നിർവ്യാജ സ്നേഹത്തിന്റെ അടയാളം. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം കുരിശ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു നിർവചനം അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു നിർവചനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു എന്ന്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ് ക്രൂശിലൂടെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രൂശ് എന്ന് പറയുന്ന ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരും നമുക്കറിയാം, ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ് ദൈവമാണ്. എന്നാൽ ആ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണെങ്കിൽ കുരിശ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സമ്പൂർണതയായിട്ട് മാറുകയാണ്. ഈ ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നത്. കുരിശിന് മേൽ തൂങ്ങിക്കിടക്കുമ്പോൾ കുരിശിന്റെ അടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ താഴെ നിന്നുകൊണ്ട് കുന്തം കൊണ്ടും കുത്തിയും പരിഹാസങ്ങൾ കൊണ്ട് കളിയാക്കി കൊണ്ടൊക്കെ യേശുവിനെതിരെ പടയാളികളും മറ്റു ആളുകളെല്ലാം പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ഒരു നിമിഷം മതി ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ. എന്നാൽ നമ്മൾ പാപികളായി നമ്മൾ അനുഭവിക്കുന്ന ആ ക്രൂശെ സ്വന്തമായി അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ അടയാളം കാണിച്ചു തരികയാണ്. ഇപ്രകാരം താഴ്ന്നവർ കുന്തം കൊണ്ട് കുത്തുമ്പോൾ പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. ആ ഒരു വാക്കിലൂടെ കർത്താവായ യേശു ക്രിസ്തു വേണമെങ്കിൽ ഇറങ്ങി വരാം. എന്നാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ ക്രൂശ് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുത. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തന്നെ ഒറ്റിക്കൊടുത്ത ശിഷ്യനെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവനോട് ക്ഷമിച്ചുകൊണ്ട് അവനെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇത്രത്തോളം സ്നേഹം നമ്മുടെ വേണ്ടി കാണിച്ചിട്ട് ആ സ്നേഹത്തിന്റെ അടയാളമായ ക്രൂശിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെന്ന് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ്. മറ്റൊന്നായിരുന്നു രക്ഷിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വാഭാവികം ഒരു വസ്തുതയാണ്. ക്രൂശ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പാപികളായി നമുക്ക് വേണ്ടി ഏറ്റ ക്രൂശാണ്. ആ ക്രൂശ് എന്തിനാണ്? പാപികളായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തത്. എനിക്ക് ദാഹിക്കുന്നു എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ ദാഹം അല്ലെങ്കിൽ മറ്റുള്ളവരെ എത്രത്തോളം കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദുഃഖവെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ സഭകളെല്ലാം സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ച ദിവസം സ്കീപ്പൂസ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദുഃഖവെള്ളിയാഴ്ച ക്രൂശാരോഹണത്തിന്റെ ഭാഗമായി ക്രൂശിലേക്ക് കൊണ്ട് കബറടക്കുന്ന സമയം വരെ ക്രൂശിനെ ആഘോഷിച്ചുകൊണ്ടും ക്രൂശിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുതയായിരുന്നു, എന്തിനാണ് നമ്മൾ ഇത്രത്തോളം ശുശ്രൂഷകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ക്രൂശിനെ ഇത്രത്തോളം ആഘോഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രത്തോളം ഇതിനെ ഇത്ര ഭക്തിപൂർവ്വം ആഘോഷിച്ചാൽ നമ്മുടെ രക്ഷയാണ് ആ ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ രക്ഷിക്കുമെന്നല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ആ ഏറ്റ ക്രൂശിന്റെ പ്രതീകമാണ് നമ്മുടെ ജീവന്റെ രക്ഷ എന്ന് പറയുന്നത്. മറ്റൊരു ചിന്തയാണ് കുരിശ് ശിഷ്യത്വത്തിന്റെ മാതൃക അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത്. ഈ ഒരു വാക്യം തന്നെ അതാണ് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രൂശ് എന്ന് പറഞ്ഞ ശിഷ്യത്വമായി മാറുകയാണ്. തന്നെ അനുഗമിക്കണമെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും അനുഭവിച്ചാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കുവാൻ അല്ലെങ്കിൽ അനുഗമിക്കുവാൻ സാധിക്കും. അല്ലാതെ സുഖകരമായ ജീവിതം അനുഭവിച്ചുകൊണ്ട് മാത്രം ഒരിക്കൽ പോലും യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല. ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സുവിശേഷകരായി പ്രവർത്തിക്കുന്ന അനേകം സുവിശേഷകർ എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്കെല്ലാം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ കടന്നു ചെല്ലുമ്പോൾ അവർ ദൈവത്തിന്റെ വചനവുമായി ചെല്ലുന്ന അവർക്കെതിരെ അക്രമങ്ങളും അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള അവർ പ്രതിസന്ധി നിറഞ്ഞ ചെയ്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ കയ്യിൽ പിടിച്ച ഈ സത്യവചനത്തെ മുൻപിൽ പിടിച്ചുകൊണ്ട് ആ കുരിശിന്റെ സഹനത്തെ അല്ലെങ്കിൽ കുരിശിൽ കണ്ട രക്ഷയെ അനുഗമിച്ചുകൊണ്ട് അവർ പോകുമ്പോൾ അവരുടെ ജീവിതം ഏറ്റവും വലിയൊരു അർത്ഥത്തിലേക്ക് എത്തുകയാണ്. അതുമൂലം അനേകം പേര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ
സുവിശേഷകർക്കും പട്ടക്കാർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കുരിശ് അവർക്ക് കാണിച്ചു കൊടുത്ത ശിഷ്യത്വത്തിന്റെ മാർഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു വാക്യം നമ്മൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ, എൻ്റെ പിന്നാലെ വരുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ നമ്മൾ സ്വയം ശൂന്യവൽക്കരിക്കപ്പെടേണ്ടത് ആവശ്യ വസ്തുതയാണ്. എത്രയോ സുഖങ്ങളും അല്ലെങ്കിൽ ഭൗതികമായ സുഖങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളില്ലാത്ത ജീവിതം വരുമ്പോഴും നമ്മൊന്നും ചിന്തിക്കണം, ഇങ്ങനൊരു പ്രതിസന്ധിയില്ലാത്ത ജീവിതം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു കേട്ട പീഡകൾ, കഷ്ടാനുഭവിച്ച ദിവസം എന്ന് പറയുന്നത്, ഹാശാശ് എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തന്റെ 33-ാം വയസ്സിൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരാഴ്ച. ചതറയും പ്രമിയോനും എല്ലാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു 6-ാം മണി നേരത്തും 3-ാം മണി നേരത്തും അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് വിവരിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ഭക്തിയോടുകൂടി വിശ്വസ്തയോടുകൂടി ആചരിക്കപ്പെടേണ്ട ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടെന്ന് നാം ഓരോരുത്തരും മനസ്സിൽ സ്വയം ശോധന ചെയ്യണം. വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോഴും, കുരിശിനെ മഹത്വപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും, ആ കുരിശ് എന്താണ് നമ്മുടെ ജീവിതത്തെ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ആ കുരിശിലൂടെ നമ്മുടെ ജീവൻ എന്താണ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ കുരിശ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നത് മനസ്സിലാക്കി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഒരു നിർവ്യാജമായ സ്നേഹത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ശിഷ്യത്തിന്റെ മാർഗം മാത്രമല്ല. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ മുതൽ കേട്ടത് കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നതാണ് യുദ്ധങ്ങളെല്ലാം നടക്കുന്നു എന്ന് പറയുന്നത്. പരസ്പരം രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷമിക്കുവാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ സാവധാനത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം ഇടുമ്പോൾ, ഈ ക്രൂശ് എന്ന് പറയുന്നത് സമാധാന അന്തരീക്ഷത്തെ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അനേകം പേർ ഇന്നലെയുമായി എത്രയോ പേർ മരണപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധങ്ങൾ ചെയ്യുന്നതെന്ന്. പരസ്പരം പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സമാധാനപൂർവ്വ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് ഓരോരുത്തരുടെയും അവരുടേതായ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ക്രൂശ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാണ്, വിശുദ്ധ മദ്ബഹയിലെല്ലാം നാം ഭംഗിക്ക് വെക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കണം, എന്തിനാണ് ഇത്ര ഭംഗിക്ക് വേണ്ടി വെച്ചത്? സാധാ ഒരു മരത്തിന്മേൽ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ചിന്തിക്കുമ്പോൾ ഈ ഭംഗിയുള്ള കുരിശുകളെല്ലാം നമുക്ക് എത്രത്തോളം അർത്ഥം നൽകുന്നുണ്ട്. സാധാ ഒരു മരക്കുരിശ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെ ക്രൂശിക്കപ്പെടേണ്ടതാണെന്ന് നാം സ്വയം ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കാണിച്ചെന്ന ദൈവം, അല്ലെങ്കിൽ യേശു ക്രിസ്തു കാണിച്ചെന്ന ആ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എല്ലാവരും വിചാരിക്കും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, നമുക്ക് ഒരിക്കലും സുഖത്തിനൊന്നും കുറവ് വരില്ല, പ്രതിസന്ധികൾ വരില്ല. എന്നാൽ ആ ഒരു ജീവിതം ഒരിക്കലും ഒരു അനുഗ്രഹമല്ല, മറിച്ച് അതൊരു കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കഴിവ് കൊണ്ട്, മറിച്ച് അനുഗ്രഹം നേടണമെങ്കിൽ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നോമ്പിന്റെ നാളുകൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു 50 ദിവസത്തിന്റെ നോമ്പ് നാളുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴിയിലോട്ട് പോകണമെങ്കിൽ, ക്രൂശിനെ അനുഗമിക്കണമെങ്കിൽ, പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഈ 50 ദിവസം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആയതിന് ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം ദൈവത്തിന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധം, സഹവാസം, പ്രിയരെ നാം എല്ലാവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടുകൂടെ ഇരുന്ന് ക്രൂശിന്റെ വലിയ സന്ദേശവുമായി അനുഗമിച്ച കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.